ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ആലിയ എന്നാണ്. ഈ വീഡിയോയിൽ ഞാൻ NIOSനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ NIOS ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 10th-ലെയും 12th-ലെയും കുട്ടികൾ, അവർക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പ്രൈവറ്റായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ച് അവരുടെ 10th-ഉം 12th-ഉം എഴുതിയെടുക്കാം. അതാണ് ഈ NIOS, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സയൻസ്. അപ്പോൾ ഇതിലേത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ 12th കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഏത് ഡിഗ്രിയാണ് അവർക്ക് താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള സബ്ജക്ട്സ് അവരെടുക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 12th കഴിഞ്ഞിട്ട് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കോഴ്സ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതെടുക്കുക. ഓക്കെ. അപ്പോൾ ഇഷ്ടം പോലെ സബ്ജക്റ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിലുണ്ട്. ലാംഗ്വേജസ് ആണെങ്കിലും വേറെ സബ്ജക്റ്റുകളാണെങ്കിലും ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവരുടെ എക്സാംസ് ഇവർ നടത്തുന്നത് ഒരു വർഷത്തെ 2 മാസമായിട്ടായിരിക്കും, ഒക്ടോബറും ഏപ്രിലും ഒക്ടോബറിലും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏപ്രിലും ഒക്ടോബറിലുമാണ് നിങ്ങൾക്ക് എക്സാംസ് വരുന്നത്. 5 കൊല്ലത്തിനുള്ളിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി 11th-ഉം 12th-ഉം നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് 10th-ൻ്റെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്സ് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഗൂഗിളിൽ അവൈലബിൾ, ഗൂഗിളിലല്ല, ഇവരുടെ NIOSകാരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് NIOS ക്ലാസ്, ഏത് ക്ലാസ്സാണെന്നുള്ളത്, സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഈ സിലബസ് ബ്രൂഫിക്കേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 കോളമുണ്ട്, TMA, പബ്ലിക് എക്സാമിനേഷൻ. അപ്പോൾ പബ്ലിക് എക്സാമിനേഷനാണ് നിങ്ങൾക്ക് ഒക്ടോബറിലും ഏപ്രിലിലും കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഈ TMA എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ്. അത് എക്സാമിൻ്റെ, പബ്ലിക് എക്സാമിൻ്റെ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുന്നേ നിങ്ങൾ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഈ പബ്ലിക് എക്സാമിലുള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ NIOSനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി NIOSൻ്റെ എക്സാംസ് എപ്പോഴാണ്, അതെപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഓരോ സബ്ജക്റ്റിൽ എന്തൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ബേസിക്കായിട്ട് ആദ്യം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസും അതിൽ എക്കണോമിക്കും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും ഉണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്താണ്, പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ടൈപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ 2ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, എക്കണോമിക്കും നോൺ എക്കണോമിക്കും. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ, ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ എക്കണോമിക്കാണ്. നോൺ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയല്ല, പക്ഷെ നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് ആ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇനി 2ൻ്റെയും വ്യത്യാസം എന്താണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തരും. നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല. അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. NIOSൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്കൊരു ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഇതുപോലെ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ വൺ വേർഡ് ആൻസേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, താഴെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാണ്. എ ഡോക്ടർ അറ്റൻഡിങ് ടു പേഷ്യൻസ് ഇൻ ഹിസ് ഓർ ഹെർ ക്ലിനിക് ഈസ് എൻഗേജ്ഡ് ഇൻ ആൻ എക്കണോമിക് ആക്ടിവിറ്റി. അതായത് ഒരു ക്ലിനിക്കിൽ ഒരു ഡോക്ടർ, സ്വന്തം ക്ലിനിക്കിൽ ഡോക്ടർ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നത് അത് എക്കണോമിക് ആക്ടിവിറ്റി ആണോ ഇല്ലയോ? അത് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. എ മദർ സ്റ്റിച്ചിങ് ക്ലോത്ത്സ് ഫോർ ഹർ ചിൽഡ്രൻ ഈസ് എൻഗേജ്ഡ് ഇൻ ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇല്ല, ഒരമ്മ സ്വന്തം മക്കൾക്ക് ഉടുപ്പ് തയ്ച്ച് കൊടുക്കുന്നത് അതൊരു എക്കണോമിക് ആക്ടിവിറ്റി അല്ല. കാരണം അത് പുള്ളിക്കാരത്തിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരത്തി അത് ചെയ്യുന്നത്. എ ടൈലർ സ്റ്റിച്ചിങ് ക്ലോത്ത്സ് ഫോർ ഹിസ് കസ്റ്റമേഴ്സ് ഇൻ എൻഗേജ് ഇൻ ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ട്രൂ ആണ്. ഒരു ടൈലർ അയാളുടെ കസ്റ്റമറിന് വേണ്ടി ഉടുപ്പ് തുന്നി കൊടുക്കുന്നത് അത് അയാളുടെ ജോലിയാണ്. അതിന് ആ ജോലിക്ക് പ്രതിഫലമായിട്ടാണ് അയാൾക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ അത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫുഡ് ടു ബെഗേഴ്സ് ഔട്ട്സൈഡ് എ ടെമ്പിൾ ഈസ് എ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ശരിയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി, വിശന്നിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. നമുക്കത് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത്, താഴെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് എക്കണോമിക്, ഏതൊക്കെയാണ് നോൺ എക്കണോമിക് എന്നാണ് ചോദ്യം. അപ്പോൾ പ്ലേയിങ് ഫുട്ബോൾ വിത്ത് ഫ്രണ്ട്സ് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ടീച്ചിങ് ഇൻ എ സ്കൂൾ ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. കാരണം ടീച്ചിങ് ഇൻ എ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങളുടെ ജോലിയാണത്. ആൻഡ് വി ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. നമുക്കതിന് പൈസ കിട്ടുന്നുണ്ട്. ഓക്കെ. അറ്റൻഡിങ് ടു വൺസ് റിലേറ്റീവ് ഹൂ ഈസ് അൺവെൽ. നമ്മളുടെ ഒരു ബന്ധുവിനെ കാണാൻ പോകുക, അയാൾക്ക് സുഖമില്ല അല്ലെങ്കിൽ അവർക്ക് സുഖമില്ല, അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും. ഇനി ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഒന്നാമത്തെ ബിസിനസ്. ബിസിനസ് ഈസ് പ്യുവർലി ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു ജോലിയാണ്. അവിടെ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്നു. എന്തായാലും രണ്ടായാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് വിറ്റാലും അല്ലെങ്കിൽ വിറ്റാലും വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വിറ്റാലും നമുക്ക് കിട്ടുന്നത് പൈസ തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ ബിസിനസ്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ആ ഫീൽഡിൽ വെൽ വേഴ്സ്ഡ് ആയിരിക്കും, വെൽ നോളജ്ഡ് ആയിരിക്കും, നല്ല അറിവുണ്ടാവും നമുക്ക്. അതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനാണ്. എന്നിട്ട് അയാളായിരിക്കും നമുക്ക് ശമ്പളം തരുന്നത്. ഇനി ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റിൻ്റെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസിൻ്റെ വേറൊരു വേർഡാണ് ഡിസ്റ്റിങ്വിഷ്. അപ്പോൾ ഇതിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് സർവീസസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുക. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് അയാൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് അതുപോലെ അത് ചെയ്യുക. ക്വാളിഫിക്കേഷൻ. ബിസിനസ്സിൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല, പ്രൊഫഷന് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ നമ്മൾ ഏത് ഫീൽഡിലാണ് നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ്, അതിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഠനം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാണിക്കണം. എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് മാത്രം മതി. ഓക്കെ. ചില കാര്യങ്ങളിൽ ചില ജോബുകളിൽ മാത്രമാണ് അവർ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ക്യാപിറ്റൽ വേണം, പ്രൊഫഷനിൽ ലിമിറ്റഡ് ക്യാപിറ്റൽ മതി, എംപ്ലോയ്മെൻറ്റിൽ ക്യാപിറ്റലേ വേണ്ട. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത്, ഞാൻ വീട്ടിൽ ഓൺലൈൻ ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും എൻ്റെ യോസിൻ്റെയും എടുക്കുന്നുണ്ട്, CBSE സബ്ജക്ട്സും എടുക്കുന്നുണ്ട്. മാത്സും സയൻസും ഒഴിച്ച് CBSEൻ്റെ ബാക്കി എല്ലാ സബ്ജക്ട്സും ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് +2 വരെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി, ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ക്ഷമയോടെ കേട്ടുന്നതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.